ഹലോ. ഹയർ സെക്കൻഡറി +1 പ്രവേശനം 2025 സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി നൽകാവുന്നതാണ്. എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് സൗകര്യം ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ അവസരത്തിൽ അപേക്ഷ പുതുക്കി നൽകേണ്ടതാണ്. അപേക്ഷ നൽകുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ എവിടൊക്കെയാണ്, ഏതെല്ലാം സ്കൂളിലാണ് ഒഴിവുള്ളത്, വേക്കൻസി ഉള്ളത് എന്ന് ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ കയറി ആദ്യം തന്നെ വേക്കൻസി ഏതെല്ലാം സ്കൂളുകളിലാണ് ഉള്ളത് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. എങ്ങനെയാണ് അപേക്ഷ നൽകുന്നത് നമുക്കത് പരിശോധിക്കാം. www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയൊരു വിൻഡോ കാണാം. അവിടെ ഇടതുഭാഗത്ത് ഏറ്റവും മുകളിലായി സ്കൂൾ വൈസ് വേക്കൻസീസ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് അവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഒഴിവുള്ള സ്കൂളുകളുടെ മുഴുവൻ ലിസ്റ്റും, ജില്ലാ തലത്തിലുള്ള മുഴുവൻ ലിസ്റ്റും, മുഴുവൻ സ്കൂളുകളുടെ പേരും സ്കൂൾ കോഡും സബ്ജക്റ്റ് കോമ്പിനേഷനും കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് അതത് ജില്ലകൾ സെലക്ട് ചെയ്ത് അവിടെ ഏതെല്ലാം സ്കൂളുകളിലാണ് ഒഴിവുള്ളത് എന്ന് ശ്രദ്ധിച്ച് ആ ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ആയതുകൊണ്ട് സ്കൂൾ വൈസ് വേക്കൻസി ലിസ്റ്റ് നോക്കിയതിൻ്റെ ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ അപേക്ഷ പുതുക്കി നൽകാൻ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു. ഇനി ആർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ സാധിക്കുക? നിലവിൽ ഏതെങ്കിലും കോട്ടയിലൂടെ +1 പ്രവേശനം സാധ്യമായ വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും കോട്ടയിലൂടെ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നേരത്തെ മുഖ്യ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷം പ്രവേശനം നേടിയതിന് ശേഷം TC വാങ്ങിയ വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. എന്നാൽ മുൻ അലോട്ട്മെൻറ്റുകളിൽ പ്രവേശനം തെറ്റായ വിവരങ്ങൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ അപേക്ഷ നൽകാൻ സാധിക്കുന്നതാണ്. ആയതുകൊണ്ട് എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ മാസം അഥവാ ജൂൺ 30 വൈകിട്ട് 5 മണി വരെ ഹയർ സെക്കൻഡറി വെബ്സൈറ്റിലൂടെ തങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാവുന്നതാണ്. SSLC സേ പരീക്ഷ എഴുതി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ അവസരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. നേരത്തെ അവർക്ക് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം SSLC തോറ്റ വിദ്യാർത്ഥികൾക്ക്, അവരുടെ സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴാണ് അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. നിലവിൽ അപേക്ഷ എവിടെയും നേരത്തെ അപേക്ഷ നൽകാൻ പറഞ്ഞ സമയത്ത് എന്തെങ്കിലും കാരണവശാൽ അപേക്ഷ നൽകാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ അവസരത്തിൽ അപേക്ഷ നൽകാവുന്നതാണ്. നിലവിൽ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ഇവിടെ തൊട്ട് താഴെ കാണുന്ന ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചുകൊണ്ട്, എന്ന ലിങ്കിൽ പ്രവേശിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. ഏതായാലും ഈ അവസരം പരമാവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ അപേക്ഷ നൽകുകയല്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വേണ്ടത്. നിലവിൽ അപേക്ഷ നൽകിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകുകയാണ് വേണ്ടത്. പുതുക്കി നൽകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികൾ തങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് അവിടെ നേരത്തെ കിട്ടിയിട്ടുള്ള 10 അക്ക ആപ്ലിക്കേഷൻ നമ്പറും നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള പാസ്വേഡും തങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്ത് ലോഗിൻ എന്ന ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ഒരു ഓപ്ഷൻ ഇടതുഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകാൻ സാധിക്കുന്നതാണ്. എത്ര സ്കൂളുകൾ വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഒഴിവുള്ള സ്കൂളുകളിലേക്ക് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക. ആയതുകൊണ്ട് തന്നെ സ്കൂൾ വൈസ് വേക്കൻസീസ് എവിടൊക്കെയാണ് ഒഴിവുള്ളത് എന്ന് ആദ്യം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. ഏതായാലും എവിടെയും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. അപേക്ഷാ സമർപ്പണത്തിൻ്റെ അവസാന സമയം ജൂൺ 30 വൈകിട്ട് 5 മണി വരെയാണ്. ഓക്കെ, താങ്ക് യു.